ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രീം ബോട്ട് L10S അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്യൂം ആൻഡ് മോപ്പിംഗ് വരുന്ന ഒരു റോബോട്ട് വാക്യൂം ക്ലീനറാണ്. ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു കമ്പനി തന്നെയാണ്. ഇന്ത്യയിൽ ആമസോൺ വഴിയൊക്കെ അവർക്ക് സീലുള്ള ഒരു കമ്പനിയാണ്. അവരുടെ L10S അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ വാക്യൂം ക്ലീനറിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് തുറന്ന് ഉള്ളിൽ എന്തൊക്കെയുണ്ട് നോക്കി എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നതെന്നൊക്കെ പരിചയപ്പെടാം. അപ്പോൾ എന്നാൽ നമുക്കിത് പൊട്ടിക്കാം. ഇന്ന് ഇപ്പോൾ ഈവനിങ് ആണ് ഇത് കൊറിയർ എത്തിയത്. അപ്പോൾ ഇപ്പം നൈറ്റ് ടൈമാണ് ഞാനിത് തുറക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ. എനിക്കും ഇതിനുള്ളിൽ എന്തൊക്കെയാണുള്ളതെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാം എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിതിൽ ഒരു ബുക്ക്ലെറ്റാണ് വന്നിരിക്കുന്നത്. ബുക്ക്ലെറ്റ് യൂസർ മാനുവൽ ആൻഡ് വാറണ്ടി ഇൻഫോർമേഷനൊക്കെ എഴുതിയിട്ടുള്ളൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അതിൻ്റെ ഒരു ട്രാക്ക് പോലത്തെ ഒരു ഇത് വരുന്നുണ്ട്. അതിന് കയറി അതിൻ്റെ യൂണിറ്റിലോട്ട് കയറാനുള്ള ഒരു ട്രാക്ക് പോലത്തെ ഒരു സാധനം, അതാണ് അടുത്തത്. അതും നമുക്ക് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഒരു ഡസ്റ്റ് ബാഗ് വരുന്നുണ്ട്, അതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ തെർമോക്കോൾ പാക്കിംഗ് എടുക്കാം നമുക്ക്. ഓക്കെ, ബോട്ടിനെ നമുക്ക് പുറത്തെടുക്കാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റോബോട്ട് വാക്യൂം മെഷീൻ. അപ്പോൾ അതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്കതിൻ്റെ ഹോം യൂണിറ്റാണ് വരുന്നത്. അത് പുറത്തെടുക്കണമെങ്കിൽ നമുക്ക് സൈഡത്തെ തെർമോക്കോൾ പാക്കിംഗ് ഒന്ന് മാറ്റാം. ഓക്കെ, അതും പുറത്തെടുത്തു. ഇതതിൻ്റെ ഒരു സൊല്യൂഷനാണ് വരുന്നത്. ഫ്ലോർ ക്ലീനിങ് സൊല്യൂഷനാണ്. നമ്മുടെ ലൈസോളിൻ്റെ ഒക്കെ പോലത്തെ ഒരു സൊല്യൂഷനാണ്. മൾട്ടി സർഫസ് ഫ്ലോർ ക്ലീനർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൊല്യൂഷൻ ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഈ ബോട്ടിൻ്റെ ഹോം യൂണിറ്റ്. ഇതിൽ വന്നിട്ടാണ് ഇത് ചാർജിങ്ങും ഇതൊക്കെ ചെയ്യുക. ഇതാണ് അതിൻ്റെ ഡോക്കിംഗ് സ്റ്റേഷൻ. നേരത്തെ നമ്മൾ കണ്ട ട്രാക്കുള്ള സാധനം ഇതിലിങ്ങനെ വരും. ഇത് നമ്മുടെ ബോട്ടിൻ്റെ മോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള മോപ്പിംഗ് പാഡ്സാണ്. ഇത് രണ്ടെണ്ണം ഇങ്ങനെ റൊട്ടേറ്റിംഗ് മോഷനിൽ തിരിഞ്ഞിട്ടാണ് മോപ്പ് ചെയ്യുന്നതെന്നാണ് ഞാൻ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്, അതിനെക്കുറിച്ചിട്ട് പഠിച്ചപ്പോൾ. ആൻഡ് ഇത് വന്നിട്ട് അതിൻ്റെ ബ്രഷാണ്. ഇതും ഫ്രണ്ടിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സൈഡത്തേക്ക് പൊടികൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ടാക്കും. നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ പവർ കോഡാണ്. $16 ഒരു പവർ കോഡാണ്. ഇതിനുള്ളിൽ ഹീറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഈ മോപ്പ് പാഡ്സ് ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ വാഷ് ചെയ്ത് ഹീറ്റ് ചെയ്ത് ഉണക്കുന്ന ഫീച്ചറൊക്കെ ഉള്ളത് കാരണം 16 ആംസിൻ്റെ ഒരു ഹെവി ഗേജ് പവർ കോഡാണ് തന്നിരിക്കുന്നത്. പിന്നെ നമുക്കിതിൽ കാണാൻ പറ്റുന്ന ഒരു ബ്രഷാണ്. ബ്രഷും ഉണ്ട്. ഒരു ഹെയറൊക്കെ അതിൻ്റെ ബ്രഷിൽ, അതിൻ്റെ വാക്വം ബ്രഷിൽ കുടുങ്ങി കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലേഡും ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഹോം സ്റ്റേഷനെ പരിചയപ്പെടാം. അപ്പോൾ ഇതിലോട്ടാണ് നമ്മുടെ ബോട്ട് വന്ന് കയറി ചാർജ് ചെയ്യുക. അതേപോലെ തന്നെ വെള്ളം നിറയ്ക്കുക, മോപ്പ് ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള പൊടിയും ഇതിനകത്തോട്ട് കയറ്റി സ്റ്റോർ ചെയ്യും. ഇതിനകത്ത് ഡസ്റ്റ് ബാഗൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡസ്റ്റ് ബാഗിൻ്റെ കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ക്ലീനിങ്ങും പൊടി പിടുത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ട് വന്ന് ഇതിനകത്ത് കയറി ആ ബോട്ടിനകത്തുള്ള പൊടിയുമൊക്കെ ഈ ഒരു ബാഗിലോട്ട് അത് കയറ്റി വിടും നെക്സ്റ്റ് ക്ലീനിങ്ങിന് ബോട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇതിനകത്ത് ആണ് നമ്മൾ മോപ്പിങ്ങിന് ആവശ്യമുള്ള വെള്ളം.
ഇതിനകത്ത് ക്ലീൻ വാട്ടർ നിറച്ച് വെക്കുക. ആൻഡ് നമ്മൾ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോപ്പ് കഴുകിയിട്ടുള്ള ഡേർട്ടി വാട്ടർ ഇതിനകത്ത് നിറയും. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു സൊല്യൂഷൻ ഇതിനകത്ത് ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിനകത്താണ് നമ്മളതിനെ ഇടേണ്ടത്. അത് ഈ രണ്ട് ഇതും മാറ്റി വെച്ചതിന് ശേഷം ഇതിനെ പൊട്ടിച്ച് ഇതിനകത്ത് ഇടുകയാണ് ചെയ്യേണ്ടത്. സോ അടുത്ത് നമുക്ക് നമ്മുടെ റോബോട്ടിനെ നോക്കാം. റോബോട്ട് വർക്ക് ചെയ്യുന്നത് ലൈഡാർ നാവിഗേഷനും അതേപോലെ തന്നെ ക്യാമറയും വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഇതും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഉള്ളൊരു റോബോട്ട് ആയതുകൊണ്ട് അഡ്വാൻസ് എവിടെയും പോയി ബമ്പ് ചെയ്ത് ഇങ്ങനെ ഇടിച്ച് പോകാനുള്ളതൊക്കെ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇപ്പോൾ വല്ല സ്റ്റെപ്സോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് ചാടി താഴെ വീണ് പോകാനുള്ള സാധ്യതയൊന്നും ഇല്ല അതിന്. ലൈഡാർ നാവിഗേഷൻ അതേപോലെ തന്നെ ക്യാമറ നാവിഗേഷനും വരുന്ന ഒരു AI ഇൻവോൾവ്ഡ് ആയിട്ടുള്ളൊരു റോബോട്ട് വാക്യൂം ക്ലീനറാണിത്. ആൻഡ് നമുക്ക് ഇതിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആപ്പിൽ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ഇതിന് ഫസ്റ്റ് ടൈം നമ്മുടെ വീട് ഫുള്ളൊരു മാപ്പ് ഉണ്ടാക്കും. ഇത് പോയിട്ട് ഈ ലൈഡാറും ക്യാമറയും വെച്ചിട്ടൊരു ഫുൾ മാപ്പ് ഉണ്ടാക്കി അതിൽ ഒബ്സ്റ്റക്കിൾസും വാൾസും എല്ലാം അത് കണ്ടുപിടിച്ച് അതിന് ശേഷമാണ് ഇത് ആ മാപ്പിൽ ക്ലീനിങ് തുടങ്ങുക. അതേപോലെ തന്നെ നമുക്ക് മാപ്പിനകത്ത് നോ ക്ലീനിങ് സോണ്, അതേപോലെ ഒരു സ്പെസിഫിക് ഏരിയ മാത്രം ക്ലീൻ ചെയ്യണമെങ്കിൽ അങ്ങനെ, അതേപോലെ വാക്യൂമിങ് മാത്രം വേണമെങ്കിൽ അങ്ങനെ, മോപ്പിംഗ് മാത്രം വേണമെങ്കിൽ അങ്ങനെ, അല്ല രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് കണ്ടത്. അപ്പോൾ നമുക്ക് ഇനി അത് ഒക്കെ നമുക്കിത് റൺ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിനകത്ത് ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ഡസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇതിനകത്താണ് നമ്മളുടെ വാക്യൂമിങ് ചെയ്തിട്ടുള്ള ഡസ്റ്റൊക്കെ വന്ന് സ്റ്റോർ ആവുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഇവിടെയായിട്ടൊരു ക്യാമറയും വരുന്നുണ്ട്. ഇത് ലൈഡാറിൻ്റെ ഒരു ഇതാണ്, യൂണിറ്റാണ്. അതേപോലെ നല്ല ഓഫ് റോഡ് വീൽസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കാർപ്പറ്റ്സിലും എല്ലാ സർഫേസിലൂടെയും കയറി നല്ല ഗ്രിപ്പൊക്കെ ഉള്ള വീൽസാണ്. ആൻഡ് ഇതാണ് നമ്മൾ ഈ ഒരു സാധനം തിരിഞ്ഞ് ഇതുവഴിയാണ് നമ്മുടെ വാക്യൂമിങ് ഫങ്ഷൻ നടക്കുന്നത്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ മോപ്പിംഗ് പാഡ്സ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഡോക്കിംഗ് സ്റ്റേഷന് പവറൊക്കെ കൊടുത്ത് നമ്മൾ സ്റ്റാർട്ട് മാപ്പിംഗ്, നമ്മുടെ ഡ്രീം ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബോട്ടിന്റെ ആപ്പിൽ സ്റ്റാർട്ട് മാപ്പിംഗ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ബോട്ട് ഈ ഹോം ഡോക്കിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ലൈഡാറും അതേപോലെ തന്നെ അതിന്റെ ക്യാമറയും സെൻസേഴ്സും വെച്ചിട്ട് ഓരോ റൂമിലും പോയി നമ്മുടെ വീടിന്റെ ഫുൾ ഒരു മാപ്പ് ഇത് പോയി ജനറേറ്റ് ചെയ്യും. ആ മാപ്പ് വെച്ചിട്ടാണ് പിന്നെ അതിന്റെ ക്ലീനിങ് ഓപ്പറേഷൻസ് അത് റൺ ചെയ്യുക. ഈ മാപ്പ് നമുക്ക് മൾട്ടിപ്പിൾ ഫ്ലോർസ് ഉള്ള വീടാണെങ്കിൽ മൾട്ടിപ്പിൾ ഫ്ലോർസിലും നമ്മൾ മാപ്പ് ജനറേറ്റ് ചെയ്യണം. അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ ആപ്പിലുണ്ട്. അപ്പോൾ ഇത് പോയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത ക്ലിപ്പ് എടുക്കാം. അപ്പോൾ ഞാൻ റോബോട്ടിനെ വാക്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് റൂം സെലക്ഷൻ വാക്യൂമിങ്ങിന് വിടുകയാണ്. അപ്പോൾ നല്ല ഫുൾ മാപ്പ് ജനറേറ്റ് ചെയ്ത് ആ മാപ്പിൽ നിന്ന് നമുക്ക് ഒരു റൂം മാത്രം സെലക്ട് ചെയ്ത് അതിനെ വാക്യൂമിങ് മാത്രം അല്ലെങ്കിൽ വാക്യൂമിങ് അല്ലെങ്കിൽ മോപ്പിംഗ് ഒന്നിച്ചിട്ട് അല്ലെങ്കിൽ മോപ്പിംഗ് മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ വാക്യൂമിങ് മാത്രമായിട്ട് നമ്മുടെ ബാൽക്കണിയിലോട്ട് പോകുന്ന ഒരു വാക്യൂമില്ല, അതിലോട്ട് നമ്മുടെ ബോട്ടിനെ അസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബോട്ട് അതിൻ്റെ ഡോക്കിംഗ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ആ റൂമിലോട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. ഈ ഡോറ് കഴിഞ്ഞ് റൈറ്റിലോട്ടുള്ള ആ ഒരു സെക്ഷനാണ് ഞാനിപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിൻ്റെ അടുത്ത് കമാൻഡ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആപ്പ് വഴി. അപ്പോൾ ആ ബോട്ട് അതിൻ്റെ അതിർത്തിയിൽ വന്ന് അതിൻ്റെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഫസ്റ്റ് പാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ വാൾസിനോടും ചേർന്ന് പോയി വാൾസിൻ്റെ അടുത്തുള്ള കംപ്ലീറ്റ് ഡസ്റ്റ് അത് വാക്യൂം ചെയ്യും. ഫസ്റ്റ് അങ്ങനെയാണ് കംപ്ലീറ്റ് റൂമിൻ്റെ 4 സൈഡിലും വാൾസിനോട് ചേർന്നിട്ട് ആണ് വാക്യൂമിങ് സ്റ്റാർട്ട് ചെയ്യുക. ആ ചുറ്റും ഫുൾ വാക്യൂമിങ് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ സെൻറ്റർ പോർഷൻ ഇങ്ങനെ സിക്സാഗ് ആയിട്ട് പോയിട്ട് വാക്യൂം ചെയ്യും. അതേപോലെ തന്നെ മോപ്പിങ്ങും ഇതേപോലെ തന്നെ ചെയ്യുക. അതായത് ഫസ്റ്റ് പാസ് ഫുൾ വാളിനോട് ചേർന്ന് പോയി മോപ്പ് ചെയ്യും, പിന്നെ ഇതുപോലെ സിക്സാഗ് ആയിട്ട് സെൻറ്ററിൽ കൂടെ വാക്യൂമിങ്ങും മോപ്പിങ്ങും ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ആപ്പിൽ ലൈവ് അപ്ഡേറ്റ് തരുന്നതാണ്. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് അത് തിരിച്ച് അതിൻ്റെ ഡോക്കിംഗ് സ്റ്റേഷനിലോട്ട് വരുന്നതാണ് നിങ്ങൾ കാണുന്നത്.
അതായത് നമ്മുടെ ആ റൂമിൻ്റെ വാക്യൂമിങ് കഴിഞ്ഞ് തിരിച്ച് ഡോക്കിംഗ് സ്റ്റേഷനിൽ വരും. എന്നിട്ട് അത് തിരിച്ച് ചാർജിങ് മോഡിലോട്ട് അത് കയറും. തിരിച്ച് ആ ഡോക്കിംഗ് സ്റ്റേഷനിൽ നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അത് തനിയെ അതിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഡോക്കിംഗ് സ്റ്റേഷനിൽ വരും. ചാർജിങ്ങിലോട്ട് അത് ചാർജിങ് മോഡിലോട്ട് മാറും. അതേപോലെ തന്നെ അതിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇതിൻ്റെ ഉള്ളിലുള്ള ഡസ്റ്റ് ബാഗിലോട്ട് അത് അപ്ലോഡ് ചെയ്യും. അതായത് അതിൽ ആ ഡോക്കിംഗ് സ്റ്റേഷൻ്റെ അകത്തുള്ള ഡസ്റ്റ് ബാഗിനകത്തോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ മോപ്പിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മോപ്പിംഗ് പാഡ് മുഴുവൻ ക്ലീൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രീം L10s Ultra എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാനോ കൂടുതൽ കാര്യങ്ങൾ അറിയാനോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൈസ് ഒക്കെ അറിയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ആമസോൺ സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കമ്പനിക്ക് ആമസോണിൽ സ്റ്റോറുണ്ട്. ആ സ്റ്റോർ പേജിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഒക്കെ കാണാവുന്നതും ഈ പ്രൊഡക്റ്റിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സജഷൻസ് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കയറി നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഗൈസ് ഇൻ അനദർ വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ.